നിങ്ങൾ വിരലി ചൂണ്ടുന്നത് നിങ്ങളുടെ നെഞ്ചിലേക്ക് തന്നെയാണെന്ന് ഓർമ്മ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അടിയന്തര പ്രമേയത്തിന്റെ മുഖ്യ കാര്യത്തെ എതിർക്കുകയാണ്. ശ്രീ നജീബ് കാന്തപുരം, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, എന്തൊരു അപഹാസ്യമാണ് സർ. ഒരു സമര സംഘടനയെന്ന് അവകാശപ്പെടുകയും അതിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അംഗമായ ശ്രീ ബാലചന്ദ്രൻ ഈ ഒരു സഭയിൽ സമരത്തിലിരിക്കുന്ന 2 ഞങ്ങളുടെ സഹപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോൾ അപമാനവും ഒരു പരിഹാസവും മാത്രമേ തോന്നുള്ളൂ. വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചപ്പോ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോ സർക്കാർ ആശുപത്രിയിലേക്ക് പോയാൽ പേഴ്സ് വേണ്ട. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് സർക്കാർ ആശുപത്രിയിൽ പോയാലാണ് ഏറ്റവും കൂടുതൽ പേഴ്സ് കീറുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? ഈ കഴിഞ്ഞ ദിവസം എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ സർക്കാർ ആശുപത്രിയിൽ പോയി ഹൃദയ ശസ്ത്രക്രിയക്ക് പോയി സർ. അദ്ദേഹത്തിന് 1,51,000 ബില്ലുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. എന്റെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ, പുറത്ത് ഇത്ര ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. എന്റെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം മുട്ട് ശസ്ത്രക്രിയക്ക് പോയി സർ. 1,00,000 രൂപ ബില്ലടച്ചിട്ടാണ് അവര് വന്നത്. ഞാനൊരു കാര്യം മാത്രം പറയാം, 2000 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആരോഗ്യരംഗത്ത് മാറ്റിവെച്ചത്. ഞങ്ങൾ 5000 കോടി മാറ്റിവെച്ചു എന്ന് പറഞ്ഞു. അന്നത്തെ പഞ്ഞിയുടെയും നൂലിന്റെയും വില 10 കൊല്ലം മുമ്പ് എന്തായിരുന്നു എന്നെങ്കിലും മന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായും ഇൻഫ്ലേഷൻ നടക്കുകയാണ്, പൈസ കൂടും. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ മാറ്റിവെക്കുന്നതാണ്. പക്ഷേ രസകരമായ ഒരു കാര്യം, ബഹുമാനിയായ നമ്മുടെ ആരോഗ്യമന്ത്രി വളരെ മികച്ചൊരു അവതാരകയാണ്. അവർക്ക് അതിമനോഹരമായ വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം ഉണ്ടാക്കാൻ അറിയാം. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് സഭയിൽ പല പരിഹാസങ്ങളും നടത്താനൊക്കെ അറിയാം. പക്ഷേ അവരുടെ മികവ് ആ പദപ്രയോഗത്തിൽ മാത്രമേ ഉള്ളൂ. അവരിവിടെ നടത്തുന്നത് സമ്പൂർണ്ണ പരാജയമാണ് ആരോഗ്യരംഗത്ത് എന്ന് പറയാതിരിക്കാനാവില്ല സർ. ഞാനൊരു കാര്യം മാത്രം പറയാം, വലിയ കെട്ടിടങ്ങൾ കിഫ്ബി ഉണ്ടാക്കുന്നുണ്ട്, ശരിയാണ്. വലിയ പെയിന്റ് അടി നടക്കുന്നുണ്ട്, ശരിയാണ്. വലിയ തോതിൽ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ആസ്പത്രിയിൽ സാധാരണക്കാർക്ക്